നാളെ നടക്കുന്ന ഈ പ്രവർത്തകരുടെയും UDFന്റെ ഇഷ്ടപ്പെടുന്നവരും അല്ലാതെ ജനങ്ങൾ ഒക്കെ വലിയ തോതിൽ പങ്കെടുക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അപ്പോൾ അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അതിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച പാർട്ടിയോട്, മുന്നണിയോട് ഒക്കെയുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എന്നെ വിജയിപ്പിച്ച കുണ്ട്രയിലെ ജനങ്ങൾ, അവരോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. അവരെന്നെ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഉത്തരവാദിത്വം, ഈ ചുമതലയൊന്നും എനിക്ക് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ നന്ദി കുണ്ട്രയിലെ ഏറ്റവും സാധാരണക്കാരായ എന്റെ വോട്ടർമാരോടാണ്, അവർ നൽകിയ പിന്തുണയോടാണ്. അത് ഞാൻ ഇത്രയും മാധ്യമങ്ങളുള്ളപ്പോൾ എനിക്കിപ്പോൾ അവരോട് ഓരോരുത്തരോടും വീട്ടിൽ പോയി പറയാൻ കഴിയില്ല. നിങ്ങൾ വഴി എന്റെ കുണ്ട്രയിലെ വോട്ടർമാരോടുള്ള എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. പുറത്തു വന്ന പട്ടികയിൽ എന്തെങ്കിലും സർപ്രൈസ് തോന്നിയായിരുന്നോ? സർപ്രൈസായി വന്ന ഒരു പേര് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് OJ ജനീഷാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് മന്ത്രിസഭയിൽ ഒരു അവസരമുണ്ടായത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾക്കൊക്കെ വളരെ ചെറുപ്പത്തിൽ നിയമസഭയിലെത്താൻ കഴിഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ KSU പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് MLA ആയി നിയമസഭയിലെത്തുന്നത്. പക്ഷേ മന്ത്രിസഭയിൽ ഒന്നും നമുക്കാർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ഇതൊരു സർപ്രൈസാണ്. അതെ അതെ, ചാണ്ടി ഉമ്മൻ അടക്കം നമ്മൾ അർഹതപ്പെട്ട 100% ഇതിലുണ്ടാകേണ്ട വ്യക്തിപരമായി എനിക്ക് അടുപ്പമുള്ള പേരുകളുണ്ട്. പക്ഷേ ഇത് മുഖ്യമന്ത്രിയും നേതാക്കന്മാരും AICC എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ ഈ എണ്ണത്തിന്റെ പരിമിതികളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടാകാം നമ്മുടെ അർഹതയുള്ള ഒരുപാട് ആളുകൾക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു സത്യമാണ്. ഈ അർഹതയുണ്ടായിരുന്ന പലർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അവർക്കൊക്കെ ഈ പാർട്ടി സ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പുനഃസംഘടന വരികയാണ്, ഒരു അർഹിച്ച സ്ഥാനങ്ങൾ ഉണ്ടാവും? ഉറപ്പായിട്ടും ഉണ്ടാവും. പാർട്ടി ഇപ്പോൾ ഞാൻ 2011 നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ MLA ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കന്ന് മന്ത്രിയൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് എന്റെ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് കമ്മിറ്റിയുടെ, വയനാട് പാർലമെന്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന PK ജയലക്ഷ്മി ആ മന്ത്രിസഭയിൽ മന്ത്രിയായി. അപ്പോൾ പാർട്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. അപ്പം അവരുടെ അർഹത തീർച്ചയായും മാനിച്ച് ഉചിതമായ തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊള്ളുമെന്നും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വകുപ്പുകൾ നാളെ പറയുമെന്നാണ് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത്. നാളെ പറയും.